അസ്സലാമു അലൈക്കും. രാവിലെ സമയം 6:30. രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ ഇറക്കാൻ പോയതാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സാധനം കണ്ടത്. ഞാൻ ഇതുവരെ കാണാത്തൊരു സാധനം. എന്താണ് അവിടെ ഒരു മല. ഞാനറിയാത്തൊരു മലയോ. ഏകദേശം 1.5 കൊല്ലമായി ഞാനിവിടെ. അപ്പോൾ ഞാനറിയാത്തൊരു മലയുണ്ട് അവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ കണ്ടോ ചങ്ങനെ കണ്ടോ, ഇതാണ് നമ്മുടെ സൂര്യനെ ഒളിച്ചിരിക്കുക അവിടെ. ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് 2 വഴികൾ കിട്ടിയത്, 1, 2. അപ്പോൾ ഞാൻ ഈ വഴിയിൽ പോകാമെന്ന് വിചാരിച്ചു. ബട്ട് അതിലൊരു ത്രില്ലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3ാമത്തെ വഴിയിൽ പോയി. ഇതാണ് 3ാമത്തെ വഴി. അപ്പോൾ കുറച്ച് നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ മലേൻ്റെ അടുത്ത് എത്താനായി കേസ്. നമ്മളടുത്ത് എത്തിയിരിക്കുന്നു. ലാസ്റ്റ് നോക്കുമ്പോഴേക്കാണ് ഇതാണ് മല. പെട്ടു കേസ്. സത്യത്തിൽ ഇത് മലയല്ല. എന്താ സംഭവം അറിയാം, ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ട് കുഴിയെടുത്ത മണ്ണ് അവരൊരു മല പോലെ ആക്കിയതാണ്. നമ്മളാദ്യം തെറ്റും. അപ്പോഴാണ് ഒരു ക്യൂരിയോസിറ്റി വന്നത്, സത്യത്തിൽ ഈ മലയും മൗണ്ടൈനൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഗൂഗിളോട് ചോദിക്കാം. ഗൂഗിളിലൊപ്പം തന്നെ പഠിക്കണം. ഭൂമിക്കടിയിലെ പ്ലേറ്റുകൾ തമ്മിൽ മുട്ടുകയോ അമരുകയോ ചെയ്യുമ്പോൾ മണ്ണ് മുകളിലേക്ക് പൊങ്ങിയാണ് മലകളും പർവ്വതങ്ങളും ഉണ്ടാവുന്നത്. ചിലപ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചും ഇവ രൂപം കൊള്ളാറുണ്ട്. മനസ്സിലായോ? ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് മലകൾ ഫോം ചെയ്യുന്നത്? അപ്പോൾ ഓക്കെ, ബൈ.